ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ റിപ്പയർ ചെയ്യാൻ പോകുന്നത് മൈക്രോവേവ് ഓവന്റെ പ്ലേറ്റ് റൊട്ടേറ്റിംഗ് മോട്ടർ മാറ്റാൻ വേണ്ടിയാണ്. കംപ്ലൈന്റ് ആയിട്ടുണ്ട്. അതെങ്ങനെ മാറ്റാം, ഏത് സൈഡൊക്കെ കഴിച്ചാലാണ് ആ മോട്ടർ നമുക്ക് പുറത്തെടുക്കാൻ പറ്റുന്നത്, ഇതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഇതാണ് നമ്മുടെ മൈക്രോവേവ് ഓവൻ. ഇതിന്റെ ആണ് പ്ലേറ്റ് റൊട്ടേറ്റിംഗ് മോട്ടർ കംപ്ലൈന്റ് ആയിരിക്കുന്നത്. ഇപ്പം മൈക്രോവേവ് ഓവൻ കമഴ്ത്തി വെച്ചേക്കാണ്. ഓവന്റെ അടിഭാഗമാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. ഈ സെൻട്രൽ ഭാഗത്താണ് പ്ലേറ്റ് റൊട്ടേറ്റിംഗ് മോട്ടർ ഇരിക്കുന്നത്. അത് നേരെ അതിന്റെ അടിയിലത്തെ അകത്തെ പ്ലേറ്റിലേക്ക് സ്ക്രൂ ചെയ്ത് വെച്ചേക്കുവാണ്. പക്ഷെ നമുക്ക് ഈ ബാക്ക് ടവർ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ആ സ്ക്രൂ അഴിച്ച് നമുക്ക് മോട്ടർ അഴിച്ചെടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ നിലവില് ഈ അടിയിലത്തെ പ്ലേറ്റുകളിലുള്ള സ്ക്രൂ ഒന്നും അഴിച്ച് എടുത്ത് മാറ്റേണ്ട ആവശ്യമില്ല. ഇതിന് മാത്രമായിട്ട് കമ്പനി ഉദ്ദേശിച്ചതാണ് ഇത്ര ഭാഗത്ത് ഇങ്ങനെ പ്ലേറ്റ് കട്ട് ചെയ്ത് നിർത്തിയേക്കുവാണ്. ഇത്ര ഭാഗം കട്ട് ചെയ്ത് നിർത്തിയേക്കുവാണ്. പക്ഷെ ചില പോയിന്റുകൾ മാത്രം പിടിക്കാനുണ്ട്. ഈ പോയിന്റുകൾ നമ്മൾ കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്ലേറ്റ് നമുക്ക് എടുത്ത് മാറ്റാം. അപ്പൊ നമുക്ക് ആ മോട്ടർ അതിൽ നിന്ന് അഴിച്ച് നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റും. പിന്നെ അത് കഴിയുമ്പോഴുള്ള സംശയം എന്താണെന്ന് വെച്ചാൽ ഇതെങ്ങനെ തിരിച്ച് വീണ്ടും ഫിറ്റ് ചെയ്യുന്നുള്ളതാണ്. അതിനൊരു മെത്തേഡ് കമ്പനി കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇത് അഴിച്ചെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോ നമ്മൾ കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്തു. അതുപോലെ ഈ അടുത്ത പോയിന്റ് കട്ട് ചെയ്തു. ഇങ്ങനെ എല്ലാ പോയിന്റും കട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊക്കിയെടുക്കാറുണ്ട്. ഇപ്പൊ നമ്മൾ ഈ പ്ലേറ്റ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഈ കാണുന്നതാണ് നമ്മളെ കംപ്ലൈന്റ് ആയിരിക്കുന്ന മോട്ടർ. ഇത് താഴ്ച ഇതിനകത്തേക്ക് ഒരു സ്ക്രൂ ചെയ്ത് ഇത് ഉറപ്പിച്ചേക്കാണ്. ഈ സ്ക്രൂ അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മോട്ടർ പുറത്തേക്ക് എടുക്കാം. ഒറ്റ സ്ക്രൂവിലും ആണ്. പിന്നെ ഇവിടെ ഒരു ബെട്ടിലേക്ക് ഇറക്കി വെച്ചേക്കാം. പതുക്കെ ഇടത്തോട്ട് തിരിച്ച് ഇങ്ങനെ ഊരിയെടുക്കാം. നമ്മൾ മോട്ടർ ഇതിൽ നിന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ വയർ നമുക്കൊന്ന് ഈ സോക്കറ്റൊന്ന് പിടിക്കാം. ഈ പിന്ന് ഊരിയിട്ടു. ഇനി നമുക്ക് ഈ പോയിന്റ് നമുക്ക് കണ്ടിന്യൂറ്റി കിട്ടുന്നുണ്ടോ നോക്കാം. വൈൻഡിങ് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ മോട്ടർ വേറെ പുതിയ മോട്ടർ ഫിറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. ഓക്കെ, നിലവിൽ ഇത് പോയേക്കുവാണ്. കണക്ഷൻ കട്ടായിട്ടുണ്ട്. അത് തന്നെയാണ് സംഭവം. നമ്മുടെ പുതിയ മോട്ടർ കിട്ടിയിട്ടുണ്ട്. ഇത് അന്വേഷിച്ച വയർ ടൈപ്പാണ് നമുക്ക് കിട്ടിയത്. പഴയത് പിൻ ടൈപ്പ് ആയിരുന്നു. ഇതേ ടൈപ്പ് അന്വേഷിച്ച് കിട്ടിയില്ല. ഇതായാലും മതി, നമ്മുടെ കാര്യം നടക്കും. ഇതിന്റെ മെറ്റൽ ഷാഫ്റ്റാണ്. ഇതിന്റെ പ്ലാസ്റ്റിക് ടൈപ്പ് ആയിരുന്നു. എന്തായാലും ഷേപ്പും കാര്യങ്ങളൊക്കെ കറക്റ്റ് തന്നെയാണ്. പിന്നെ ഈ പഴയ മോട്ടർ കത്താനുള്ള കാരണം എന്താണെന്ന് വെച്ചാല് ഇത് AC 30 വോൾട്ടിനാണ് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ഇതിനകത്തേക്ക് നേരിട്ട് സിംഗിൾ ഫേസ് സപ്ലൈ 230 വോൾട്ട് നേരിട്ട് കയറ്റി വിട്ടു. കയറ്റി വിട്ടത് തെറ്റ് പറ്റിയതാണ്. അത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മളൊരു യൂണിവേഴ്സൽ ബോർഡ് കയറ്റി. ഇത് കംപ്ലൈന്റ് ആയിരുന്നു. ഇത് പഴയ ബോർഡ്. ഈ പഴയ ബോർഡ് കംപ്ലീറ്റ് ഫസ്റ്റ് അടിച്ച് വർക്ക് ചെയ്യില്ലാത്ത കണ്ടീഷൻ ആയിരുന്നു. അപ്പൊ ഇത് മാറ്റിയിട്ട് നമ്മൾ ഇത് ടൈപ്പ് യൂണിവേഴ്സൽ ബോർഡ് കയറ്റി. അപ്പൊ ഇതിനകത്തൊരു സർക്യൂട്ട് പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് സർക്യൂട്ട് ഡയഗ്രാം കാണിച്ചിട്ടുണ്ട്. ഇതേ രീതിയിൽ നമ്മൾ വയർ ചെയ്ത് ആണ് കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇന്ന പിന്നിൽ നിന്ന് മോട്ടറിലേക്ക് സപ്ലൈ പോകണമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് പ്രകാരം കൊടുത്തു കഴിയുമ്പോൾ ഇതിനകത്തേക്ക് സിംഗിൾ ഫേസേ കയറി ചെല്ലുള്ളൂ. നേരിട്ട് സിംഗിൾ ഫേസ് സപ്ലൈ ആണ് കയറി ചെല്ലുന്നത്. നമ്മൾ പഴയ മൈക്രോവേവിന്റെ പഴയ സർക്യൂട്ട് ചെയ്തേക്കുന്നതനുസരിച്ച് മൊത്തം വയറിങ് മാറുകയാണ്. മാറുമ്പോൾ ആണ് ഈ വോൾട്ടേജ് വ്യത്യാസം വന്നത്.
അപ്പൊ നേരത്തെ എങ്ങനെയാണ് ഇതിനകത്ത് ചെയ്താറെന്ന് വെച്ചാൽ ഇതിന്റെ ഈ മെയിൻ കൂളിംഗ് ഫാൻ അതിന്റെ വൈൻഡിങ്ങില് 3 ടാപ്പിംഗ് ഉണ്ട്. 3 ടാപ്പിംഗ് അല്ല, 3 പോയിന്റ് ഉണ്ട്. അതിന്റെ സെൻട്രൽ ടാപ്പിൽ നിന്നാണ് ഈ മോട്ടറിലേക്ക് സപ്ലൈ കൊടുത്താറുന്നത്, ന്യൂട്രൽ എടുത്താറുന്നത് സെൻട്രൽ ടാപ്പിൽ നിന്നാണ്. അങ്ങനെയാണ് ഇത് 30 വോൾട്ടിൽ വർക്ക് ചെയ്യുന്നത്. അത് നമുക്ക് മനസ്സിലായില്ലായിരുന്നു. നമ്മളെ വയറുകളെല്ലാം കട്ട് ചെയ്ത് വിട്ട് പുതിയ സർക്യൂട്ടിലുള്ള കണക്ഷൻ പോലെ കൊടുത്തു. അതാണ് ഇത് കത്തിപ്പോകാനുള്ള കാരണം ഉണ്ടായത്. അപ്പോൾ ഇതേ രീതിയിൽ യൂണിവേഴ്സൽ ബോർഡ് കയറ്റുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് ഈ മോട്ടർ എത്ര വോൾട്ടിലാണ് വർക്ക് ചെയ്യണമെന്ന് നമുക്കറിയാൻ പറ്റില്ല. കാരണം അടിയിലാണ്, അതിന്റെ നെയിം പ്ലേറ്റോ കാര്യങ്ങളൊന്നും നമുക്കറിയാൻ പറ്റില്ല. പിന്നെ ജസ്റ്റ് അറിയാൻ മാർഗം ഇത് മാത്രമേ ഉള്ളൂ. ഈ മോട്ടറിന് 3 ടാപ്പിംഗ് ഉണ്ടെങ്കിൽ അതിന്റെ സെന്റർ പോയിന്റിൽ നിന്നാണ് സപ്ലൈ താഴത്തെ മോട്ടറിലേക്ക് പോയേക്കണേ എങ്കിൽ നമുക്ക് വ്യക്തമാക്കാം ഇതിന്റെ വോൾട്ട് കുറഞ്ഞ വോൾട്ടിലായിരിക്കും ഇത് വർക്ക് ചെയ്യണമെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ പോയിന്റിൽ നിന്ന് തന്നെ നമ്മൾ സപ്ലൈ എടുക്കണം. ഈ സർക്യൂട്ട് പറഞ്ഞ രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ മോട്ടർ കത്തിപ്പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ വയറിംഗ് ഇതേ രീതിയിൽ ചെയ്തതുകൊണ്ട് നമ്മൾ ഈ മോട്ടർ ഇപ്പൊ വാങ്ങിച്ച മോട്ടർ 220 വോൾട്ടിൽ നേരിട്ട് വർക്ക് ചെയ്യുന്ന മോട്ടറാണ്. അതിന്റെ RPM കറക്റ്റാണ്, 5 RPM ആണ് കറക്റ്റ് വരുന്നത്. അപ്പൊ 30 വോൾട്ടിലല്ല ഇത് വർക്ക് ചെയ്യുന്നത്, നേരിട്ട് AC-യിൽ 220 വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇനി നമുക്ക് ഈ പഴയ മോട്ടറിന്റെ പോയിന്റിന് ഇത് കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പൊ കൊടുത്തേക്കണ അതേ സർക്യൂട്ടിൽ തന്നെയാണ് ചെയ്താൽ മതി. ഇപ്പൊ മോട്ടറിന്റെ വയർ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന്റെ ഈ സ്ലോട്ടിലേക്കാണ് ഒരു ലെഗ് വെക്കേണ്ടത്. പിന്നെ ഇവിടെ ആണ് ഒരു സ്ക്രൂ വെക്കേണ്ടത്, ഈ സ്ലോട്ടിലേക്ക്. ഇവിടെ കറക്റ്റായിട്ടൊരു ഇത് കിട്ടും. ഇതേ രീതിയിലാണ് മോട്ടോർ ഫിറ്റ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഈ കവർ എങ്ങനെ അടക്കണമെന്ന് കാണിച്ചു തരാം. ഇത് നിലവിൽ ഇങ്ങനെയായിരുന്നു ഇരുന്നത്, ഇതേ രീതിയിലാണ് ഇരുന്നത്. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത് നേരെ തിരിക്കണം. തിരിച്ചിട്ട് ഈ 2 ലെഗ് ആയിട്ട് വരുന്ന ഈ ഭാഗം ഈ പോയിന്റിലൂടെ കയറണം. അതായത് ഇത് ഇങ്ങനെ എന്നിട്ട് ഇത് അടച്ചു കഴിഞ്ഞാൽ ഇവിടെ കറക്റ്റ് ഹോള് കിട്ടും. ഇതിലൊറ്റ സ്ക്രൂ ഒന്ന് ചെയ്താൽ പരിപാടി തീരും. നമ്മൾ സാധാരണ ഇതേ ടൈപ്പ് സ്ക്രൂ ആയാലും മതി, സൈഡിൽ കറക്റ്റായിട്ട് കയറിയാൽ മതി. ഇത്രേ ഉള്ളൂ കാര്യം. ഇപ്പോൾ മൈക്രോവേവ് അവന്റെ ടേൺ ടേബിൾ മോട്ടർ എങ്ങനെ മാറ്റാന്നുള്ളത് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.